السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, സ്വന്തം പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾക്ക് മീതെ പ്രകാശത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ മനുഷ്യക്കുലത്തിന് മാർഗദർശിയായി നിയോഗിക്കപ്പെട്ട ആ മഹാപ്രവാചകൻ്റെ ജീവിതമാണ് നമ്മുടെ പ്രസംഗവേദിയിലെ ഏറ്റവും തിലക്കമുള്ള വിഷയം. വെല്ലുവിളികളുടെ കൊടുമയിൽ തൻ്റെ ദൗത്യത്തെ നെഞ്ചോട് ചേർത്ത ആ മഹാത്മാവിനെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. അതെ, എൻ്റെ വിഷയം ഇതാണ്: കാരുണ്യത്തിൻ്റെ പ്രതിരോധം കൊണ്ട് വിമർശനങ്ങളെ അതിജയിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മുടെ പ്രവാചകൻ നമുക്ക് ഉത്തമമായ മാതൃകയായിരുന്നു. നൂറ്റാണ്ടുകളുടെ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, ഏകദൈവ വിശ്വാസത്തിൻ്റെ പതാക ഉയർത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കാത്തിരിപ്പ് പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു. തൻ്റെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഭ്രാന്തനെന്നും മാന്ത്രികനെന്നും കള്ളവാദിയെന്നും വിളിച്ചു പരിഹസിച്ചു. നമസ്കരിക്കുന്നതിനിടെ അവിടുത്തെ ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ വാറിയിട്ടു കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ചു. എന്നാൽ ഈ കഠിനമായ വിമർശനങ്ങളെയും വെല്ലുവിളികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നേരിട്ടത്? ഒരു പാറ പോലെ ഉറച്ചു നിന്ന് അള്ളാഹുവിൻ്റെ വാക്കുകളാൽ അവിടുന്ന് ലോകത്തിന് മാതൃക കാണിച്ചു. വിമർശനങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കാതിരിക്കാൻ അള്ളാഹു അവിടുത്തോട് കൽപ്പിച്ചു, ഫഅസ്ബിർ കമാ സബറു ഉലുൽ അസ്മി മിനർ റസൂൽ. അതുകൊണ്ട് ദൃഢചിത്തരായ ദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. ഈ ദൈവിക കൽപ്പന നടപ്പിലാക്കിക്കൊണ്ട് ക്ഷമയോടുള്ള പ്രതിരോധം ഏറ്റവും ശക്തമെന്നും അവിടുന്ന് തെളിയിക്കുകയുണ്ടായി. വിമർശനം ഉന്നയിച്ചവരെ പോലും തിരുത്താനായി അള്ളാഹു മറ്റൊരു വചനം അവതരിപ്പിച്ചു. എന്തൊക്കെ സംസാരിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എത്രത്തോളം മഹത്തരമായിരുന്നെന്ന് ഈ വചനം ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട്. അതേ, വിശുദ്ധ ഖുർആനിലെ 68-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം നോക്കൂ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. അതെ, അന്ന് വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത് വാക്കുകൾ കൊണ്ടും വാളുകൾ കൊണ്ടുമായിരുന്നില്ല, പകരം നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എത്രത്തോളമായിരുന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ തന്നെ എതിർക്കുന്നവർക്ക് പോലും പ്രാർത്ഥനയിലൂടെ മറുപടി നൽകി. തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടണമെന്നും പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുതെന്നും കുത്തുവാക്കുകൾ പറയരുതെന്നും ഇരട്ട പേരുകൾ വിളിക്കരുതെന്നും ഒരാളെ നാവ് കൊണ്ടും കൈകൾ കൊണ്ടും വിമർശിക്കരുതെന്നും അന്യൻ്റെ സ്വത്ത് അന്യമായി അപഹരിക്കരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരനെയും ഇഷ്ടപ്പെടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ ഉഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളെയും വിശ്വസിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വിമർശകനെ പോലും സഹോദരനായി കണ്ടു. സുബ്ഹാനല്ലാഹ്. നന്മ കൊണ്ട് നേരിടാനുള്ള കലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു ലി വലാ തുഅസ്സിറു വബശ്ശിറു ലി വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുക, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പും വിമർശനവും നേരിട്ട് പോയും ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് പ്രചരിപ്പിക്കാൻ അവിടുന്ന് അനുയായികളോട് ആവശ്യപ്പെട്ടത്. അതേ പ്രിയ കൂട്ടുകാരെ, തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള കലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു സന്ദേശമായിരുന്നു നമുക്ക്. ഈ ലോകത്ത് നമ്മെ ആരെങ്കിലും കളിയാക്കുകയോ വേദനിപ്പിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ തിരിച്ച് ദേഷ്യം കാണിക്കുന്നതിന് പകരം പുഞ്ചിരിയോടെ ക്ഷമിക്കുക.
വിമർശനങ്ങളെ അവഗണിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യ സ്വഭാവത്തെ പിന്തുടർന്ന് നമുക്ക് ഈ ലോകത്തോട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴികാട്ടിയ ആ സത്യസന്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുസ്തകമിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിച്ചാൽ വിമർശനങ്ങളുടെ കൊടുങ്കാറ്റിൽ നമുക്ക് പുഞ്ചിരി സ്വന്തമാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജാമിഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.